സോഷ്യൽ മീഡിയയിലൂടെ സജീവ സാന്നിധ്യമായിരിക്കുന്ന കുറച്ച് പേര് നമ്മളോട് ചേരുന്നുണ്ട്. സുബിനും സന്ദീപും ഒക്കെയാണ്. അപ്പോൾ അവർ IFFKയിൽ എത്തി കഴിഞ്ഞിരിക്കുന്നു. IFFKയിൽ അവരുടെ ഒരു എക്സ്പീരിയൻസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. സുബിൻ ആദ്യമായിട്ടാണ് IFFK എന്ന് വിചാരിക്കുന്നത്? അതെ, ഞാൻ ഫസ്റ്റ് ടൈമാണ്. എങ്ങനെയുണ്ട് ഒരു എക്സ്പീരിയൻസ്? എല്ലാവരും ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങുന്നുണ്ടല്ലോ. ഒരുപാട് പേര്, കാരണം നമ്മളിപ്പോൾ അത്യാവശ്യം റീൽസ് കുറച്ച് ഷോർട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്, എല്ലാവരും അത്യാവശ്യം മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഒരു നല്ല സന്തോഷമാണ് അതൊക്കെ. എല്ലാവരും അറിയപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ എന്ത് തോന്നുന്നു ഈ ഒരു ക്രൗഡിൻ്റെ ഇടയിൽ? ഭയങ്കര സന്തോഷമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ മുമ്പേക്ക് മനസ്സിൽ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യം, നമ്മളെന്നല്ല ഒരു ശരാശരി മലയാളി, ഒരു ആർട്ടിസ്റ്റായിട്ടുള്ള ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ചെയ്യുന്ന ഒരു സാധനം കണ്ടിട്ട് നമ്മളെ തിരിച്ചറിയുക, നമ്മുടെ അടുത്ത് ഓടി വരിക, അവരുടെ സന്തോഷം പങ്കുവയ്ക്കുക. ഇതൊക്കെ നമ്മളെല്ലാവരും, എല്ലാ ആർട്ടിസ്റ്റുകളും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് പെട്ടെന്ന് തന്നെ നമ്മൾ ചുരുങ്ങിയ കാലയളവ് കൊണ്ടാണ് കുറച്ച് പേരിലെങ്കിലും എത്തിയത്. ഇത്ര പെട്ടെന്ന് തന്നെ അങ്ങനെ എത്തപ്പെട്ടതിലും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ സന്ദീപിലേക്ക് കഴിയുക. സന്ദീപ്, ഏത് സിനിമയാണ് കണ്ടത് ഇപ്രാവശ്യം? ഞാൻ റിക്ഷു കണ്ടായിരുന്നു. കൊള്ളാം, നല്ല പടമാണ്. നമ്മുടെ മലയാള സിനിമയിൽ നിന്ന് വ്യത്യസ്തത ഉണ്ട്. പിന്നെ കർഷൻ നല്ല മേക്കിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഇനി അടുത്ത് ഞാൻ സാത്താൻ സ്ലേവ് ഇതിനു വേണ്ടി വെയിറ്റിംഗ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഫസ്റ്റ് പാർട്ട് ഉണ്ടായിരുന്നു, സെക്കൻഡ് പാർട്ട് കാണാൻ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇനി ഏതാണ് സിനിമ കാണാൻ വേണ്ടി വെയിറ്റിംഗ്? സിനിമ ഏതാണ്? അതിന് സാത്താൻ സ്ലേവ്, പിന്നെ മമ്മൂക്കയുടെ പടം. ഓക്കെ. അപ്പോൾ ഇനി എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു ക്രൗഡിൻ്റെ ആംബിയൻസിലേക്ക് വരുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോയ്ക്ക് ഓരോ ആൾക്കാർ വന്ന് നമ്മുടെ ഇങ്ങനെ പറയുമ്പോഴാണ് ഒരുപാട് സന്തോഷവും പിന്നെ വീണ്ടും ചെയ്യണം എന്നുള്ള ഒരു മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. അത് തന്നെയാണ്. അപ്പോൾ ഈ ഗ്രൂപ്പിലുള്ള പരിചയപ്പെടാം. അഭിജിത്ത്. എങ്ങനെയാണ് സിനിമകൾ ഇപ്പോൾ മഹേഷ് നാരായണൻ സാറിൻ്റെ ഡിക്ലറേഷൻ അറിയിപ്പ് കണ്ടിട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ. വളരെയധികം നല്ല സിനിമയാണ്. ഈ പറഞ്ഞ പോലെ കോവിഡ് പശ്ചാത്തലത്തിൽ ഒരുക്കിയിട്ടുള്ളൊരു സിനിമയാണ്. ഒരു ഫാക്ടറി കിടക്കുന്ന ഒരു ആംബിയൻസ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പുറത്തേക്ക് വരാത്തതുകൊണ്ട് കൂടുതൽ ഞാൻ സബ്ജക്റ്റിനെ പറ്റി പറയുന്നില്ല. വളരെയധികം റിയലിസ്റ്റിക് ആയിട്ട് എടുത്തിട്ടുള്ളൊരു ഫിലിമാണ്. അതിലും എല്ലാവരും കഴിയുന്നതും തിയേറ്ററിൽ തന്നെ, ഇപ്പം അതിൻ്റെ അകത്ത് നമുക്ക് സംസാരിക്കുന്നുണ്ടായിരുന്നു, കഴിയുന്നത് തിയേറ്ററിൽ തന്നെ റിലീസ് ചെയ്യാൻ നോക്കുക. ഇപ്പം പുള്ളിയുടെ ഇതിന് മുന്നേ ഉള്ള ഫിലിംസ് ആണെങ്കിൽ പോലും OTTയിലേക്ക്, ഇപ്പം മാലിക് പോലും തിയേറ്ററിലല്ല നമുക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഉറപ്പായിട്ടും തിയേറ്ററിലേക്ക് റിലീസിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുള്ളിയും പറയുന്നുണ്ട്. ഞാൻ എടുത്തിട്ടുണ്ട്, പാസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇന്ന് രാത്രി ഒരു പടം കാണുന്നുണ്ട്, മദർ ആൻഡ് സൺ എന്ന് പറയുന്ന. അതെ, കാണാതിരിക്കുന്നത്. പിന്നെ കിങ്കിടുക്കിൻ്റെ ഒരു പടവും. അതെ അതെ അതെ. താരമൊന്നുമല്ല, വീഡിയോ എടുക്കുന്ന ഒരാളാണ്. ഇല്ല, ഞാൻ പാസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളൂ. ഇനി വേണം കാണാൻ. നമ്മൾ ഇന്നോട്ട് ഇറങ്ങി തുടങ്ങിയുള്ളൂ. ഓക്കെ. അപ്പോൾ സുബിൻ ബ്രോ, എന്നാണ് നിങ്ങളുടെ സിനിമ IFFKയിലേക്ക് വരുന്നത്? ഉറപ്പായിട്ടും വരും ബ്രോ. വിദൂരമല്ല, ഒരിക്കലും അല്ല. പുതിയ പ്രോജക്റ്റ് നമ്മളിപ്പം പുറത്ത് വിട്ടിട്ടില്ല സംഗതി, പക്ഷേ ഏറെക്കുറെ സെറ്റാണ് ഒരു സിനിമ. എത്തി നാളായി ഒരു ചെറിയ ഡിസ്റ്റൻസിൽ നിൽക്കുകയാണ്, എന്ന് എത്തിപ്പിടിച്ചാൽ മതി, എല്ലാം സെറ്റാണ്. അപ്പോൾ സുബിൻ പറഞ്ഞതുപോലെ തന്നെ സിനിമ ഒരു വലിയ പ്രതീക്ഷയായിട്ട് മുന്നോട്ട് കൊണ്ടുവന്ന ആളുകളാണ് ഇവർ. അപ്പോൾ ഇവർക്ക് അടുത്ത IFFKയിൽ പോലും ഇവിടെ നമ്മുടെ ഒരു സിനിമ, ഇവരുടെ സിനിമ നമുക്ക് കാണാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവനന്തപുരത്ത് നിന്ന് ക്യാമറമാൻ സുമേഷിനൊപ്പം ജോയിസ് ഡാനിയൽ, യോഗനാഥൻ ന്യൂസ്.